തങ്ങളുടെ ജലാതിർത്തിയിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ച US യുദ്ധക്കപ്പലിനെ തുരത്തിവിട്ടിരിക്കുകയാണ് ഇറാൻ. ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ നിരീക്ഷണത്തിലുള്ള മേഖലയിലേക്കാണ് അമേരിക്കൻ പടക്കപ്പലായ USS ഫിറ്റ്സ്ജെറാൾഡ് കടക്കാൻ ശ്രമിച്ചത്. ഉടൻ തന്നെ ഇറാൻ നാവിക വ്യോമസേനകൾ ഇടപെട്ട് നീക്കം തകർക്കുകയായിരുന്നു. ഉൾക്കടലിൽ ഏതാനും മണിക്കൂറുകൾ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് മുഖാമുഖം നിൽക്കുകയായിരുന്നു ഇറാൻ US സൈന്യങ്ങൾ. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ജൂലൈ 23 ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഒമാൻ ഉൾക്കടലിൽ നാടകീയമായ സംഭവങ്ങൾക്ക് സാക്ഷിയായത്. US നാവികസേനയുടെ മിസൈൽ ഡിസ്ട്രോയർ കപ്പലായ USS ഫിറ്റ്സ്ജെറാൾഡ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ജലാതിർത്തിയിലേക്ക് അതിക്രമിച്ച് കടക്കാൻ നീക്കം നടത്തുകയായിരുന്നു. ഇതു തിരിച്ചറിഞ്ഞാണ് ഇറാൻ നാവികസേന ഇടപെട്ടത്. US യുദ്ധക്കപ്പലുമായുള്ള ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങൾ ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ടിട്ടുമുണ്ട്. SH-3 സീ കിങ് ഹെലികോപ്റ്റർ അയച്ചായിരുന്നു ഇറാൻ നാവികസേന US കപ്പലിനെ തടയാൻ ശ്രമിച്ചത്. ആദ്യം കപ്പലിനെ വട്ടമിട്ടു പറന്ന ഹെലികോപ്റ്റർ ഇറാന്റെ ജലാതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്ന് റേഡിയോ മുഖേന മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ജലാതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിക്കരുത്, കപ്പൽ തിരിച്ചുവിടണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ടു പോകുകയായിരുന്നു US ഫിറ്റ്സ്ജെറാൾഡ് ചെയ്തത്. ഹെലികോപ്റ്ററിനോട് സമീപത്ത് നിന്ന് മാറണമെന്ന് തിരിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു US സൈന്യം. പിന്മാറിയില്ലെങ്കിൽ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതോടെ കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇറാൻ വ്യോമസേനയും സംഘർഷത്തിൽ ഇടപെട്ടു. തങ്ങളുടെ ഹെലികോപ്റ്ററിന് സംരക്ഷണവുമായി എയർ ഡിഫൻസ് കമാൻഡ് എത്തി. ഹെലികോപ്റ്റർ പൂർണ്ണമായും തങ്ങളുടെ സംരക്ഷണത്തിലാണ് ഉള്ളതെന്നും ആക്രമിക്കാൻ നോക്കരുതെന്നും ഭീഷണി മുഴക്കി. അമേരിക്കൻ കപ്പലിനോട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാൻ നിലപാട് കടുപ്പിച്ചതോടെ പിന്മാറുകയല്ലാതെ മറ്റൊരു മാർഗവും USS ഫിറ്റ്സ്ജെറാൾഡിന് മുന്നിലുണ്ടായിരുന്നില്ല. അധികം വൈകാതെ സംഘർഷം വഷളാകുന്നതിന് മുൻപ് റൂട്ട് മാറ്റി കപ്പൽ ദക്ഷിണ ഭാഗത്തേക്ക് തിരിക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ US സൈനിക നടപടികളുടെ മേൽനോട്ടം വഹിക്കുന്ന US സെൻട്രൽ കമാൻഡ് ആയ സെൻറ്റ്കോം സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ സംഘർഷത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ പൂർണ്ണമായും ശരിയല്ലെന്ന് സൈന്യം വാദിച്ചു. സുരക്ഷിതവും പ്രൊഫഷണലുമായ സൈനിക നടപടികൾ മാത്രമാണ് മേഖലയിൽ നടന്നതെന്നായിരുന്നു US സൈന്യത്തിൻ്റെ അവകാശവാദം. ഇറാന്റെ ഇടപെടൽ USS ഫിറ്റ്സ്ജെറാൾഡിന്റെ ദൗത്യത്തെ ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല. ഇറാൻ വിപ്ലവ ഗാർഡ് പ്രചരിപ്പിക്കുന്ന തെറ്റായ വിവരങ്ങളാണ് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നതെന്നും ഒരു US വൃത്തം റോയിട്ടേഴ്സിനോട് പറഞ്ഞു. കഴിഞ്ഞ ജൂണിൽ ഇറാനും ഇസ്രായേലും തമ്മിലുണ്ടായ 12 ദിവസം നീണ്ട യുദ്ധത്തിനൊടുവിൽ USഉം നേരിട്ട് ഇടപെട്ടിരുന്നു. ബങ്കർ ബസ്റ്റർ യുദ്ധവിമാനങ്ങളുമായി ഇറാന്റെ 3 ആണവ നിലയങ്ങൾ ആക്രമിക്കുകയായിരുന്നു US. പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരുന്ന ഫിറ്റ്സ്ജെറാൾഡും ഇറാനെ ആക്രമിക്കാനായി ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ US സൈനിക താവളം ആക്രമിച്ച് ഇറാനും തിരിച്ചടിച്ചു. ഖത്തറിലെ അൽ ഉദൈദ് ബേസിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെയായിരുന്നു യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇതിനുശേഷം ഇതാദ്യമായാണ് ഇറാൻ US സൈന്യം നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഇതിനു മുൻപും ഇറാൻ US നാവികസേനകൾ തമ്മിൽ പശ്ചിമേഷ്യയിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. 1980-കൾക്ക് ശേഷം പേർഷ്യൻ ഒമാൻ ഉൾക്കടലുകൾ, ഹോർമൂസ് കടലിടുക്ക് തുടങ്ങിയ മേഖലകളിലാണ് ഏറ്റുമുട്ടലുകൾ എല്ലാം നടന്നത്. 12 നാൾ യുദ്ധത്തിനിടെ അമേരിക്ക ഇടപെട്ടാൽ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഗൾഫ് മേഖലയിലെ പ്രധാന വ്യാപാര പാതകളിലൊന്നാണ് ഹോർമൂസ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഈ കടലിടുക്ക് അടച്ചിട്ടാൽ മേഖലയിലെ വലിയ സാമ്പത്തിക നഷ്ടമാണ് അതുണ്ടാക്കുക. ഇറാന്റെ തിരിച്ചടിയും ട്രംപ് ഇടപെട്ട് വെടിനിർത്തലും അതിവേഗത്തിലായതോടെയാണ് അത്തരം കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാഹചര്യം ഒഴിവായത്.